നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിസ്റ്റ് ഓഫ് വേർബ്സ് ഉണ്ടായിരുന്നല്ലോ. നോമിനേറ്റീവ് കേസായാലും അക്യൂസേറ്റീവ് കേസായാലും ഡാറ്റീവ് കേസായാലും അത് എങ്ങനെ യൂസ് ചെയ്യുമെന്ന് ഞാൻ എക്സാമ്പിൾ പറയുമെന്ന് പറഞ്ഞല്ലോ. സോ ആദ്യത്തെ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് നോമിനേറ്റീവ് കേസിൻ്റെയാണ്. സോ സെൻറ്റൻസ് എന്ന് പറയുന്നത് Das Rathaus ist sehr schön. Das Rathaus ist sehr schön. സോ Das Rathaus എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നോമിനേറ്റീവ് ആണ്. പക്ഷേ ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു, വേർബ്സ് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഈ സെൻറ്റൻസ് അക്യൂസേറ്റീവ് ആണോ നോമിനേറ്റീവ് ആണോ അല്ലെങ്കിൽ ഡാറ്റീവ് ആണോ എന്ന്. നമ്മൾ നേരത്തെ ഒരു ടാബ്ലർ കോളം നോക്കിയായിരുന്നല്ലോ. ആ ടാബ്ലർ കോളമിൽ സൈൻ എന്ന് പറഞ്ഞ വേർബ് എവിടെയായിരുന്നു? നോമിനേറ്റീവിലാണ് ഇരുന്നത്, സൈൻ. സോ സൈനിൻ്റെ കോൺജുഗേറ്റഡ് ഫോമാണ് ഇസ്റ്റ്. സോ Das Rathaus ist sehr schön. ഈ പറയുന്ന സെൻറ്റൻസ് നോമിനേറ്റീവ് ആണെന്ന് ഇസ്റ്റ് എന്ന് പറയുന്ന വേർബ്സ് വെച്ച് നമുക്ക് തിരിച്ചറിയാം. ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് നോക്കാം അക്യൂസേറ്റീവിനെ. അക്യൂസേറ്റീവിന് ഇഷ് കൗഫ് ദെൻ ഹുഡ്. ഇഷ് കൗഫ് ദെൻ ഹുഡ്. സോ അക്യൂസേറ്റീവ്. അക്യൂസേറ്റീവ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്. ഈ സെൻറ്റൻസിൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഏതാണ്? ദെൻ ഹുഡ്. ഓക്കെ അല്ലേ? ഈ പറയുന്ന സെൻറ്റൻസിൽ ഇത് നോമിനേറ്റീവും ഇത് ഡയറക്റ്റ് ഓബ്ജക്റ്റും. പക്ഷേ വേർബ് വെച്ചാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വേർബ് വെച്ചും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ നേരത്തെ പറഞ്ഞതിൽ കൗഫൻ എന്ന് പറഞ്ഞ സെൻറ്റൻസ്, കൗഫൻ എന്ന് വെച്ചാൽ ടു ബൈ. ഓക്കെ അല്ലേ? കൗഫൻ എന്ന് പറഞ്ഞാൽ ടു ബൈ. സോ ഇഷ് കൗഫ് ദെൻ ഹുഡ്. സോ കൗഫ എന്ന് പറയുന്ന വേർബ് അക്യൂസേറ്റീവിൻ്റെ ആണ്. സോ കൗഫയെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പറയുന്ന സെൻറ്റൻസ് അക്യൂസേറ്റീവ് ഫോമിലാണ് ഉള്ളത്. സോ അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റീവ് കേസാണ്. സോ സെൻറ്റൻസ് എന്ന് പറയുന്നത് വാസ് വേഴ്സ് ഡു മിഡ് ദം ടിക്കറ്റ് മാൻ. സോ ഈ പറയുന്ന സെൻറ്റൻസിൽ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്, ഡാറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ഇല്ലേ? ഈ പറയുന്ന സെൻറ്റൻസിൽ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്താണ്? ടിക്കറ്റ് ആണ് അല്ലേ? ഈ പറയുന്ന സെൻറ്റൻസിൽ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ടിക്കറ്റ് ആണ്. പക്ഷേ ഈ പറയുന്ന സെൻറ്റൻസ് വേർബ് ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ വേർബ് വെച്ചാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇവിടെ വേർബ് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അല്ല, ഇവിടെ വേർബ് അല്ല, ആർട്ടിക്കിളാണുള്ളത്. മിഡ് ദം. ദം എന്ന് പറയുന്നത് ഏതാണ്? ബെസ്റ്റിംറ്റർ ആർട്ടിക്കിളാണ്. ഡാറ്റീവിൻ്റെ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിളാണ് ദം. സോ വാസ് വേഴ്സ് ഡു മിഡ് ദം ടിക്കറ്റ് മാഹൻ. സോ ഈ പറയുന്ന ദം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഡാറ്റീവിൻ്റെതാണ്. സോ ഇത് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഡാറ്റീവ് കേസാണ്. ഓക്കെ അല്ലേ? സോ ആദ്യത്തെ നോമിനേറ്റീവ് കേസിൽ ഇസ്റ്റ് എന്ന് പറയുന്ന വേർബ്, അതായത് സൈനിൻ്റെ കോൺജുഗേറ്റഡ് ആണ്. സോ അത് വെച്ച് നമുക്ക് നോമിനേറ്റീവിനെ അയച്ചു. ഇവിടെ അക്യൂസേറ്റീവ് എന്ന് പറയുമ്പോൾ കൗഫ്, കൗഫൻ എന്ന് പറയുന്നത് അക്യൂസേറ്റീവിൻ്റെ വേർബാണ്. ഡാറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ ആർട്ടിക്കിളാണ്, ദം എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഡാറ്റീവ് കേസാണ്. സോ ഇപ്പോൾ ഞാൻ ഈ മൂന്ന് കേസും, നോമിനേറ്റീവ് കേസായാലും അക്യൂസേറ്റീവ് കേസായാലും ഡാറ്റീവ് കേസായാലും വേർബ് വെച്ച് എങ്ങനെ തിരിച്ചറിയാമെന്ന് സെൻറ്റൻസിലൂടെ എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നു. ഇനി ഒരു പുതിയ ഗ്രാമറായിട്ട് നമുക്ക് നോക്കാം.